ഇനി പ്രാർത്ഥിക്കാൻ പറ്റണില്ല, കൈകൂപ്പിയൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇതൊരു തടസ്സമാണ്. ചിന്തിച്ച് നോക്കി, എന്നെ ദൈവമായി അടുപ്പിക്കാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ബൈബിൾ എടുത്ത് തുറന്നു വെച്ചിരിക്കും, ആ സമയത്തായിരിക്കും മൊബൈൽ ഫോൺ തടസ്സമാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വീണ്ടും ഇരിക്കുന്ന സമയത്താണ് ആ ക്ഷമിക്കാത്ത വ്യക്തിയുടെ മുഖം ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെ മനസ്സിൽ വന്ന് ഇങ്ങനെ ആ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ഓർത്തിരിക്കുക, തടസ്സമായിട്ട് മാറും. ഇനി നമ്മുടെ പണമാകാം, അത് തടസ്സമായിട്ട് മാറും. ലൗകിക ആസക്തികളാകാം, പാപത്തിൻ്റെ ലൗകിക ആസക്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് തടസ്സമായിട്ട് മാറാം. പിന്നെ അഹങ്കാരം, അസൂയ, സ്വാർത്ഥതകൾ, അങ്ങനെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ഞാൻ വലിയൊരാളാണ്, അങ്ങ് ചിന്തക്ക് മനസ്സിലേക്ക് ഇങ്ങനെ പിശാച് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ദൈവത്തിലേക്ക് അടുക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ചിന്തിക്കുക, എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളോട് പറയുന്നത് തടസ്സമാണെന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴും എനിക്ക് ദൈവത്തോട് മനസ്സോർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എന്തിനോടെങ്കിലുമൊക്കെ ചിന്തിച്ച് ഇങ്ങനെ വ്യഗ്രപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം ഇവിടെ കയറാൻ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി നിന്നിൽ എന്താണോ കുറവ്, ആ കുറവായിരിക്കും പിശാച് നിന്റെ മുമ്പിലേക്ക് ഇട്ടുതരുക. നീ വീഴുമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നീ വീഴുമെന്ന് ഉറപ്പുള്ള സാധനമായിരിക്കും പിശാച് നിന്റെ മുമ്പിലേക്ക് ഇട്ടുതരിക. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, ഇവിടെ നിൽക്കുമ്പോൾ നീ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആകുലപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ആ സാധനത്തിൽ നീ വീഴുമെന്ന് പിശാചിന് ഉറപ്പാണ്. അപ്പോഴാണ് നിന്നെ വ്യഗ്രചിത്തതയിലൂടെ കടന്ന് വിട്ട് നിന്നെ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് നീ ഉപേക്ഷിക്കുക, ഇവിടെ ദൈവത്തിനെ സമർപ്പിക്കുക. ദൈവം, ഞാൻ ഈ നിമിഷം ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, നിനക്ക് ഞാൻ സമർപ്പിക്കുക. അതിനെ പ്രാർത്ഥനയാക്കി മാറ്റുക എന്നുള്ളതാണ്. പല വിചാരങ്ങളെ ദൈവവിചാരങ്ങളാക്കി മാറ്റാൻ സാധിക്കട്ടെ. അപ്പോഴാ പ്രാർത്ഥനയായിട്ട് മാറുള്ളൂ. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.